കൂട്ടുകാരെ, ഓണമായിട്ട് നമുക്ക് നാട്ടിൽ പോകുന്ന കാഴ്ചകളൊന്ന് കണ്ടു നോക്കിയാലോ. ആദ്യമായിട്ടോ ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പെട്രോളൊക്കെ അടിച്ചു അത്രയും ദൂരം പോകേണ്ടതല്ലേ, അപ്പോൾ നമുക്ക് വിട്ടാലോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു പാർക്കുണ്ട് കേട്ടോ, നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയുള്ള. നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ ഈ നഗരത്തിൽ നിന്ന് കുറച്ച് വിട്ട് നിൽക്കുന്നതുകൊണ്ട് മരങ്ങളൊക്കെ ആയിട്ട് തണലൊക്കെ ആയിട്ട് നല്ല രസമായിട്ടുണ്ട് കാണാൻ. നല്ല രസം. അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണം എന്ന് തോന്നി. അങ്ങനെ നേരെ കോതമംഗലം എത്തി. അവിടെ എത്തിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാന്ന് ചോദിച്ചു. സ്ഥിരമായിട്ട് കഴിക്കുന്ന ഹോട്ടലാട്ടോ. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്, അപ്പോൾ ചൂടായിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ. അപ്പോൾ 2 പൊറോട്ടയും ചെറിയൊരു സിംഗിൾ ബീഫൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിച്ച് വീട്ടിൽ പോരുന്ന വഴിക്ക് മഴയ്ക്ക് കുറവൊന്നുമില്ല കേട്ടോ. അപ്പം മഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, വഴിയിലെന്തോ തിരക്ക് കുറവുണ്ട്. അങ്ങനെ നേരെ നമ്മുടെ ഹൈ റേഞ്ചിൻ്റെ കവാടം നേര്യമംഗലം പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഈ പാലം കഴിയുമ്പോൾ നമുക്കൊരു സുഖം കിട്ടും, ഒരു ഫ്രഷ് ഫീല്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കാഴ്ചയായിട്ട് നമ്മുടെ റാണിക്കല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഈ വഴി എന്ന് പറയുന്നത് ആനത്താരയാണെന്നാണ് പറയുന്നത്. ആനകൾ ഇറങ്ങാറുണ്ട്, പക്ഷേ ഞാനിതുവരെ കണ്ടിട്ടില്ല. കുറേ വർഷമായി പോയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, മഴയൊക്കെ അല്ലേ. അപ്പോൾ ഇതിനേക്കാളും നല്ലൊരു കാഴ്ചയുണ്ട്. ഇവിടുന്ന് നമ്മൾ കുറച്ചങ്ങ് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ചീയപ്പാറ വാട്ടർഫാൾസ് ഉണ്ട്. അപ്പം അങ്ങ് മലയുടെ മണ്ടയിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ. മഴക്കാലത്ത് നല്ല ഭംഗിയാണ്. നമ്മൾ മൂന്നാർ പോകുന്നവരൊക്കെ സ്ഥിരമായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുന്ന സ്ഥലം കേട്ടോ ഇത്. ഇതിൻ്റെ ഒരു വിഷ്വൽ എങ്ങനെയുണ്ടെന്ന് കാണണമെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാം അങ്ങ് മലയുടെ മണ്ടയിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം എങ്ങനെയാണെന്നാണ്. നല്ല രസമുണ്ട് കേട്ടോ. വേനൽക്കാലത്ത് ചെറിയൊരു കുറവുണ്ടെന്നുള്ളൂ, ഇപ്പം നല്ല വെള്ളമൊക്കെ ഉണ്ട്. ഇവിടുന്ന് കുറച്ച് പോകുന്ന വഴിക്ക് നമുക്ക് അടുത്തൊരു വെള്ളച്ചാട്ടം കൂടെ ഉണ്ട് കേട്ടോ, നമ്മുടെ വാളറ വെള്ളച്ചാട്ടം. നമ്മുടെ കാണുമ്പോൾ ഏകദേശം നമ്മുടെ അതിരപ്പള്ളി പോലെയൊക്കെ ഉണ്ട്. ഇപ്പം വെള്ളം കുറവുണ്ട്. മഴയെക്കുറിച്ചൊക്കെ കൂടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടോ കാണാൻ. അപ്പോൾ റോഡ് താഴെയായിട്ടാണ്, അപ്പം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടു. ഇവിടെയൊക്കെ നമുക്ക് നിർത്തിയിട്ട് കാഴ്ചകളൊക്കെ കണ്ടു പോകേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെ പോയി. അങ്ങനെ ഞങ്ങൾ നേരെ അടിമാലി എത്തിയിട്ടുണ്ട്. അടിമാലി പോകുന്ന വഴിക്ക് കണ്ടൊരു നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈസ്റ്റേൺ കറി പൗഡറിൻ്റെ ഒരു ഫേമസ് ഫാക്ടറിയാണ്. അപ്പോൾ അടിമാലിയിലേക്ക് എത്തി. അടിമാലി എത്തിയപ്പോൾ നമ്മുടെ മാവേലിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്, കൂടെ കുട്ടിയേക്കല്ലേ എന്നിട്ട്. അങ്ങനെ അടിമാലിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ വിട്ടു. ഇതാട്ടോ കുഞ്ഞിത്തണ്ണി. ഇവിടെ നിന്നാണ് എൻ്റെ നാട്ടിലേക്ക് തിരിയുന്നത്. കുഞ്ഞിത്തണ്ണി എന്ന് പറഞ്ഞാൽ ഇവിടെ ആട്ടോ എൻ്റെ സ്കൂളും കോളേജും ചെറിയ കുട്ടിക്കാലമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊരു ചെറിയ ടൗൺ ആട്ടോ. നമ്മൾ രാജാക്കാട് പോകുന്നവർക്കൊക്കെ എല്ലാവരും കുഞ്ഞിത്തണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ആളെ എനിക്ക് കിട്ടി. ഈ കാണുന്ന ആളെ എന്തോ പരിക്ക് പറ്റിയിട്ടാണെന്ന് തോന്നുന്നു, കൂട്ടിയും ചാടി പോകുന്നതാണെന്ന് തോന്നുന്നു. വഴി സൈഡിൽ കിടക്കുന്നത്. അപ്പോൾ വടിയൊന്നും കയറണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ അടുത്തുള്ളൊരു മരക്കമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ആൾ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അങ്ങനെ അയാളെ രക്ഷപ്പെടുത്തലൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വിട്ടു. ഇതെൻ്റെ അമ്മയുടെ വീടാട്ടോ. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ ഓണം ആഘോഷിക്കുന്നത്. പണ്ട് കസിൻസും ചിറ്റന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരും കുറവാണ്. അപ്പോൾ ഇതാട്ടോ ഒരു 10-30 വർഷത്തിന് മേളിൽ പഴക്കമുള്ളൊരു വീടാട്ടോ. ആയിരിക്കുന്നുണ്ടോ എൻ്റെ മാതാശ്രീ. അവിടെ എത്തിയപ്പോൾ തന്നെ ആൻറ്റി ഞങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഫുഡ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ സിറ്റിയിലേക്ക് ഇറങ്ങി. ഞങ്ങളിവിടെ ടൗണിന് സിറ്റി എന്നൊക്കെ ആയിട്ടാണ് പറയുന്നത്, നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അവിടെ എത്തിയപ്പോൾ നമ്മുടെ ഓണ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ക്ലബിൻ്റെ വക വടംവലിയും റാലിയും മത്സരമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ നാട്ടിലും ഉണ്ടാവില്ലേ ഓണക്കാലത്ത് ക്ലബ്ബുകളുടെ വടംവലിയും കാര്യങ്ങളും. ഇന്നൊരു പ്രത്യേകത ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ അതിഥി തൊഴിലാളികളില്ലേ, അവരും വടം വലിക്കാണ്ടായിരുന്നു. അതെനിക്കൊരു പുതിയ കാഴ്ചയായിരുന്നു. അവരും ഇതിലൊക്കെ ഇടപെടുക എന്നൊക്കെ പറയുമ്പോൾ നല്ല രസമായിരിക്കില്ലേ. കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഈ മഴയാണെങ്കിലും അവരൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു. ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ കേട്ടോ. അപ്പം നിങ്ങൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഓണവും നല്ലൊരു നാളും നേരുന്നു. അപ്പോൾ അടുത്ത ദിവസം കാണുന്നവരെ ബായ്.